ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടോളൂ, പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു 5 സുഹൃത്തുക്കൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വീടാവുമ്പോൾ ഒരുപാട് ചിലവുകൾ അവിടെ വരും. ആൻഡ് ആ ചിലവുകളെല്ലാം തന്നെ ഇവർ 5 പേരും ഈക്വൽ ആയിട്ടായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. ഈ ചിലവുകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഡയറികൾ ഉണ്ടായിരുന്നു. ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് പൈസ ചിലവാക്കുകയാണ് എങ്കിൽ അയാളുടെ ഡയറിയിലും മറ്റുള്ള 4 ഡയറികളിലും ആ ചിലവ് എഴുതി വെക്കുമായിരുന്നു. ഈ ഒരു രീതിക്ക് പകരമായിട്ട് എല്ലാവർക്കും കൂടിയിട്ട് കണക്കുകൾ എഴുതി വെക്കാനായിട്ട് ഒരൊറ്റ ഡയറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചീറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കില്ല. കാരണം ഒരാൾ ചിലവാക്കുന്നതിന്റെ കണക്ക് മറ്റുള്ള 4 പേർക്കും കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇവിടെ ആരുടെയെങ്കിലും ഒരാളുടെ ഡയറി മിസ്സായാലും ബാക്കി 4 പേരുടെ കയ്യിലും ആ കണക്കുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ചിലവിന്റെ കണക്കുകളെല്ലാം തന്നെ സേഫ് ആയിട്ട് സൂക്ഷിക്കാനും സാധിക്കും. ഈ ഒരു കഥയിലെ 5 ഡയറികൾക്ക് പകരമായിട്ട് അവിടെ 5 കമ്പ്യൂട്ടറുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആയിട്ട് മാറും. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ചിലവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് 4 കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ആ ഒരു ടെക്നോളജിനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്.